ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൊഴുക്കട്ടയാണ് കേട്ടോ. ഗോതമ്പ് മാവ് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊഴുക്കട്ട നമുക്ക് തയ്യാറാക്കാം. അപ്പം നമ്മൾ ഇതിനായി എടുത്തിരിക്കുന്നത് റേഷൻ കടയിലെ ഗോതമ്പ് മാവാണ്. റേഷൻ കടയിലെ ഗോതമ്പ് വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യമേ കുറച്ച് മാവെടുത്ത് അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളത് കുറച്ച് വെള്ളമൊഴിച്ച് ഇതുപോലെ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കുഴയ്ക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി നമുക്കിതെല്ലാം ബോൾസാക്കി എടുക്കണം. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് അതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുത്ത് നമ്മൾ തേങ്ങയുടെ കൂടെ തന്നെ അതുപോലെ അങ്ങ് അടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്പം വെള്ളവും കൂടെ വീഴ്ത്തിയിട്ട് ഇത് നമുക്ക് തിളയ്ക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഒരു അല്പം ഉപ്പൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ബോൾസാക്കി വെച്ചിരിക്കുന്ന ആ ഗോതമ്പിൻ്റെ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ടാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനായാലും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട റെസിപ്പിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളിത് ആ ഗോതമ്പിൻ്റെ ബോൾസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് അടച്ച് വെച്ചിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ പൊങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മളതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതുപോലെ ഒന്ന് കലക്കി എടുക്കണം. നമ്മൾ ആ കൊഴുക്കട്ട നല്ലൊരു കുറുകി ഒന്ന് വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ മാവ് ഇങ്ങനെ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരും നമ്മുടെ കൊഴുക്കട്ട. മാവ് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് നമുക്കത് ആ തിളച്ച് വന്ന കൊഴുക്കട്ടയിലോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് കുറുകി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ കൊഴുക്കട്ട ഏകദേശമൊക്കെ. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ വെന്ത് വന്നോന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നല്ല തിക്കായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. പഞ്ചസാര വേണ്ടിയവർക്ക് അതും ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ശർക്കരയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കൂടുതൽ മധുരം വേണ്ടിയവർക്ക് കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.